ഹലോ സുഹൃത്തുക്കളെ, മലപ്പുറം ട്രക്ക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് ബൈപ്പാസിലാട്ടോ. കോഴിക്കോട് ബൈപ്പാസിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ബൈപ്പാസിലാണ്, ഹൈലൈറ്റ് മാളൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ എടുക്കാനുണ്ടായ കാരണം എന്താ വെച്ചാൽ, കിലോമീറ്ററുകളോളം ഗർട്ടറുകൾ ഉണ്ടാക്കി ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് KMC കിലോമീറ്ററുകളോളം അത്രക്കും ദൂരത്തേക്ക് അത്രയും റണ്ണിങ്ങിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഗർട്ടറുകൾ. അപ്പോൾ അത് കാണിക്കാനാണ് നമ്മൾ ഇന്നിപ്പോഴത്തെ വീഡിയോ എടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ഇവിടെ നോക്കിക്കോട്ടോ, ഒരുപാട് ദൂരത്തേക്ക് ഗർട്ടറുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത്രയും ദൂരത്തേക്ക് അത്രയും എണ്ണമറ്റ അത്രയും ഗർട്ടറുകളാണ് ഈ ഒരു ഭാഗത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കണ്ടോ, അത്രക്കും ദൂരമൊക്കെ ഉണ്ട്. നമുക്കൊന്ന് റണ്ണ് ചെയ്തിട്ട് തന്നെ കാണിക്കാം. വണ്ടിയിലൊന്ന് റണ്ണിങ്ങിൽ കാണിച്ചു തരാം കേട്ടോ. കുറച്ചൊന്നുമല്ല, അത്രക്കും ദൂരെ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ദൂരം നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും അത്രയും ദൂരെ വരെ ഈ ഗർട്ടറുകളാണ്. ഇത്രയും നീളത്തിലുള്ള ഓരോരോ ഗർട്ടറുകൾ 3 ലെയറുകളായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഉയരത്ത് കയറിയിട്ട് എടുത്താട്ടോ. 3 അല്ല 4 ഗർട്ടറുകളാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. അതിനുള്ളിൽ കൂടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം, അത്രക്കും ദൂരെ നേരെ വെച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ റോഡിൻ്റെ ഒരു മാറ്റങ്ങൾ, ഇവിടുത്തെ ഉണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റും നമ്മൾ കാണിക്കുകയാണ്. ഇവിടെ ആ ഒരു സൈഡ് വാളൊക്കെ കൊടുത്ത് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സൈഡിലൂടെ സർവീസ് റോഡും ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മളെ മലപ്പുറത്തെ ഭാഗത്തെ പോലെ കൂടുതലായിട്ട് ഇടിച്ചു പൊളിക്കാനും കുന്നുകൾ നികത്താനും മലകൾ കട്ട് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്നും കൂടി പണി നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സംബന്ധിച്ചോ അത്ര ഒരു മൂവിങ് അല്ല. കാരണം ഇവിടെ പണി ഇല്ലാത്തടത്ത് ഇത്രയൊന്നും കണ്ടാൽ പോരാ, പണി കഴിഞ്ഞിട്ട് പോകേണ്ട അവസ്ഥയാണ് KNRCനെ അപേക്ഷിച്ച്. ഇവിടെ വർക്ക് ചെയ്യേണ്ട KMC ിൻ്റെ അറ്റം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം അത്യാവശ്യം 1 കിലോമീറ്ററിലധികം തന്നെ പറയാം. ഞാൻ വണ്ടി ഓടി, അപ്പോൾ 1-2 ചെറിയൊരു ജംഗ്ഷനുകളൊക്കെ കഴിഞ്ഞ് പോകുന്നു. എന്നിട്ടും ഗർട്ടറുകൾ നീളം കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഏതായാലും ഇതാണ് ലാസ്റ്റ് പീസ്, ഈ ഒരൊറ്റ പീസ്. അപ്പം ഞാൻ അങ്ങേപ്പുറത്ത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, പേടിക്കണ്ട, അത്യാവശ്യം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഗർട്ടറിന് ഷോട്ടൊന്നും വരില്ല, അത്രക്കും ഗർട്ടർ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുത്തെ പരിപാടികൾ കണ്ടില്ലേ, ഡ്രെയിനേജ് സർവീസ് റോഡിനുള്ള ഭാഗങ്ങൾ ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് ഒരുപാട് ഒരു പ്രചോദനമാകും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ കേൾക്കുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾക്ക് മുന്നോട്ടുള്ള ഒരു യാത്രയ്ക്ക് ഒരു ഊർജ്ജം പകർന്നു തരണമെന്ന് അഭ്യർത്ഥിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കമൻറ്റ്, ലൈക്ക് എല്ലാം പോന്നോട്ടെ. അപ്പോൾ ആ ഒരു സൈഡിലൊക്കെ ഒരുപാട് പണികൾ ഇനി ബാക്കിയുണ്ട്. അപ്പോൾ അവിടെ ചണ്ടികളും കച്ചറകളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് കടക്കണില്ല. അത്ര വേസ്റ്റ് കൊടുന്ന് തള്ളിയിട്ടുണ്ട് കേട്ടോ. കവറിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൊടുന്ന് തള്ളിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് കടക്കണില്ല. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. 2ാമത്തെ തവണയാണ് പറയുന്നത്. എന്നാലും ആ ഒരു ഭാഗം കൂടി ഇങ്ങനെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഇതാക്കിയത്. ഓക്കെ, ബൈ.